ഗുഡ് ഈവനിങ് ഓൾ. സോ ഇന്ന് നേരത്തെ അറിയിച്ചേക്കുന്ന പോലെ ഫുൾ ഒരു കമ്പൈൻഡ് സെഷൻ ആണ്. അതായത് ഇതുവരേക്കും പഠിപ്പിച്ചത് എന്താണോ അത് ഒരു പ്രൊജക്റ്റ് വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചെറിയ ഇഷ്യൂ കണ്ടായിരുന്നു. അത് എന്തായിരുന്നു എന്നുള്ളത് റിസോൾവ് ആയിട്ടുണ്ട്. അത് ആദ്യം കാണിച്ചു തന്നിട്ട് നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. സ്ക്രീൻ കാണാവോ? ഹലോ, സ്ക്രീൻ വിസിബിൾ ആണോ? കാണാം. ഓക്കെ. ടൂൾസിൽ ആർക്ക് സെന്റർ ലൈൻ കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പോഴത്തേക്കും വർക്ക് ആയില്ല. അത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൊടുത്ത ലെയർ നെയിം ആയിരുന്നു. ഞാൻ വോൾ എന്ന ലെയർ നെയിം കൊടുത്തേ, പക്ഷെ ഇവിടെ ഞാൻ വരച്ചിരുന്ന ലൈൻ വോളിലല്ലായിരുന്നു. അത് SRCP ലൈൻ എന്ന് പറഞ്ഞ ലെയറിലായിരുന്നു. സോ ഇതിന്റെ ലെയർ നെയിം കറക്റ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം. ഓക്കെ, ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വരയ്ക്കുവാണേ. അത് വോളിലാക്കുക. ആ ഒരു ആർക്ക് സെലക്ട് ചെയ്യുക. പോയിന്റ്സ് by start end radius 3-point start offset 20. ഇതിൻ്റെ അകത്ത് ലെയർ നെയിം കറക്റ്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം വിഡ്ത്ത് ഒരു 25 ഇടുവാണ്. യൂസ് ചെയ്യാം. സ്കാൻ എടുക്കാം. ടെക്കാഡിൽ വരാം. ഇതുണ്ടോ, സ്കാൻ ആയിട്ടുണ്ടത്. സെൻട്രൽ ലൈൻ ഫോം ചെയ്തു. സോ കഴിഞ്ഞ ദിവസം പറ്റിയതിൽ ഒന്ന് ലെയർ നെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. 2 മാക്സിമം വിഡ്ത്ത്. സെയിം തന്നെ മാക്സിമം വിഡ്ത്ത് ആയിട്ട് വെക്കരുത്, ഇത്തിരി ഹയർ ആയിട്ട് മാക്സിമം വിഡ്ത്ത് വെക്കുക. സോ ഈ 2 ഇഷ്യൂസ് കാരണമാണ് അവിടെ ക്വാണ്ടിറ്റി കിട്ടാഞ്ഞത്. അത് സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലായിരുന്നു, അതെന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ആണ്. അത് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ അത്രേ ഉള്ളൂ. ഇന്ന് നമ്മൾ വേറൊരു ഫ്രഷ് ഫയൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം SMax സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. പിന്നീട് ഓട്ടോക്യാഡ് സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു വേറെ ഫയൽ, വലിയ ഫയൽ എടുക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ വലിയ ഫയൽ ആകുമ്പോഴത്തേക്കും ഫൗണ്ടേഷനും കാൽക്കുലേഷനും ഒക്കെ കുറച്ച് സമയം പോകും. നെക്സ്റ്റ് നമുക്ക് അതും ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഒരു ഫയൽ എടുത്ത് ഡ്രാഫ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ PDF ആണോ ഇമേജ് ആണോ എന്തായാലും എടുത്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരയ്ക്കേണ്ടത്? ആദ്യം വാൾസ് എല്ലാം സ്കെച്ച് ചെയ്യുക. അതിന് വിൻഡോസും ഡോർസും വരുന്ന അവിടെ നമ്മൾ വിൻഡോസ് ആൻഡ് ഡോർസ് വരുന്ന അവിടെ നമ്മൾ കട്ടിങ് ആയിട്ട് കൊടുക്കും. സോ വിൻഡോസ് ആൻഡ് ഡോർ ഇല്ലെങ്കിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ലെയർ ഇരിക്കുക. ഓക്കെ, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റ് വയ്ക്കുക. അതുപോലെ തന്നെ കോളംസ്, സ്ട്രക്ചർ ഡ്രോയിങ് പ്രിപ്പയർ, BC ലേഔട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് കോളംസ് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? നമുക്ക് CAD യൂട്ടിലിറ്റീസ് വരയ്ക്കണം. അതിൽ ഇപ്പൊ ടോയ്ലറ്റിന്റെ ഏരിയയിലാണെങ്കിൽ ആന്റിസ്കിഡ് വരും, ടോയ്ലറ്റ് ഡാഡു വരും. കേട്ടോ, ടോയ്ലറ്റ് ഡാഡു ആന്റിസ്കിഡ് 2 ലെയേഴ്സ് വന്നു. ഇനി കിച്ചന്റെ ഏരിയയിലാണെങ്കിൽ കിച്ചൺ ഫിനിഷ്, അതുപോലെ തന്നെ അതിന്റെ ഡാഡു. ഇനി വാഷ് ഏരിയാസ്, വാഷ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ വാഷ് ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിങ്ങൾ ആ ഒരു ഏരിയ കവർ ചെയ്ത് ഇതുപോലെ നമ്മൾ കിച്ചൺ ഡാഡു കൊടുക്കുന്ന പോലെ മതിലുള്ള സ്ഥലത്ത് മൊത്തം വേണമെങ്കിൽ കുറച്ച് ഓഫ്സെറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. കുറച്ച് സ്പില്ലേജിനുള്ള സ്പേസ് ആയിട്ട് എക്സ്ട്രാ വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടാൽ അത് വാഷ് ഡാഡു ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഫുള്ള് ഡ്രോയിങ്ങിൽ വരച്ചോന്ന് ചെക്ക് ചെയ്യുക. ഇതല്ലാണ്ട് നമുക്ക് ഡ്രോയിങ്ങിൽ പിന്നെ വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ഔട്ടർ പ്ലാസ്റ്റ് ലൈൻ, ഇന്നർ പ്ലാസ്റ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ പ്ലിന്ത് ലൈന്, സ്ലാബിന്റെ ഔട്ട്ലൈൻ, റിഡക്ഷൻസ് കൊടുക്കണമെങ്കിൽ അതിന്റെ ഔട്ട്ലൈൻ. അത്രയും വരച്ച് വിൻഡോസും ജോയിനറീസിനും ടെക്സ്റ്റ് ഇടുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് BC ലേഔട്ടിന്റെ ലെയർ കറക്ഷൻ ആണ്.
BCA ലേഔട്ടിൽ ഔട്ടർ ബീംസിന് ഔട്ടർ ബീം ലെയറിലേക്കും ഇന്നർ ബീംസിന് ഇന്നർ ബീം ലെയറിലേക്കും വാൾസ് വരാത്ത പോർഷനിലെ ബീംസിനെ സി ബീം ആയിട്ട് മാറ്റാം. ഇതിപ്പോ ഒറ്റ സ്പാനിലെ ബീമാണ്. ശരിക്കും ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് സി ബീം ആക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പോർഷനിൽ വാൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ പ്ലാസ്റ്ററിങ് കറക്റ്റ് കയറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എവിടെയാണോ ഒരു ഓപ്പണിംഗ്, അതായത് ഫുൾ ഹൈറ്റ് ഓപ്പണിംഗ് വരുന്നത്, ആ ബീം എക്സ്പോസ്ഡ് ആവുന്ന കേസിലാണ് ഇത് കൊടുക്കേണ്ടത്. ഒരു ഡോർവേ പോലെ വന്നിട്ട് അതിന്റെ മേളിൽ വരുന്ന പോർഷനിൽ നമുക്ക് സി ബീം അല്ല. ഡോർവേയുടെ പോർഷൻ വരാണെങ്കിൽ അവിടെ ലിൻഡൽ കഴിഞ്ഞ് ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും ബീം വരുന്നത്. അത് സി ബീം അല്ല, അത് ഇന്നർ ബീമാണ്. രണ്ട് ഫേസിൽ മാത്രം നമുക്ക് അവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സി ബീം ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അത് കാണാൻ പറ്റും. അതിന്റെ ബോട്ടം, ബീമിന്റെ ബോട്ടം നമുക്ക് വിസിബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് സി ബീമായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം തന്നെയാണ് ഔട്ടർ സി ബീമിന്റെ കോൺസെപ്റ്റും. പുറത്തു നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കണം. ഇനി ഔട്ടർ പ്ലാസ്റ്ററിങ്ങിന്റെ കോൺസെപ്റ്റ് എന്താണ്? നിങ്ങൾ ബിൽഡിങ്ങിന് ചുറ്റും നടക്കുന്ന നോക്കുമ്പോൾ കാണുന്ന പോർഷൻസിനെയാണ് ഔട്ടർ പ്ലാസ്റ്ററിങ് ആയിട്ട് വെക്കുന്നത്. ആദ്യം തന്നെ സ്ലാബ് വന്നിട്ട് ഉള്ളിലേക്ക് വരുന്ന ഒരു പോർഷൻ ആണെങ്കിൽ നമ്മളത് ഔട്ടർ ആയിട്ടല്ല ഇന്നർ പ്ലാസ്റ്ററിനാണ് കൊടുക്കുന്നത്. മുറികളുടെ അകത്ത് കയറി വാതിലടച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ മുറിയുടെ അകത്ത് നിങ്ങൾ കാണുന്ന വാൾ ഏരിയാസ് ആണ് ഇന്നർ പ്ലാസ്റ്റർ ലൈൻസ് വരുന്നത്. ഡോർവേ ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കണം. സോ ഇത്രയുമാണ് CAD യൂട്ടിലിറ്റീസ് നമുക്ക് വരയ്ക്കാനുള്ളത്. അത് വരച്ചു കഴിയുക. അതുപോലെ തന്നെ ജോയിൻട്രീസിന്റെ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ടേബിൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എസ്റ്റിമാക്സ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓർക്കുക. പിന്നെ വരുന്നത് പ്ലിന്ത് ബീം ലേഔട്ട്. ഈ വാളുകളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലിന്ത് ബീം ലേഔട്ട് കൊടുക്കുന്നത്. സോ പ്ലിന്ത് ലേഔട്ടും, അതായത് പ്ലിന്ത് ലൈനും പ്ലിന്ത് ബീം ഔട്ട്ലൈനും സെയിം ആയിരിക്കും. ഓക്കെ, അതിന്റെ തന്നെ ഒരു കോപ്പി, പ്ലിന്ത് ബീമിന്റെ പ്ലിന്ത് ലൈനിന്റെ ഒരു കോപ്പി നമുക്ക് പ്ലാനിലും വെക്കണം. ഇനി വരുന്നത് ഹെഡ് റൂം ആണ്. ഹെഡ് റൂമിൽ നിങ്ങൾ സ്റ്റെയർ കയറി ചെല്ലുന്ന അവിടെ ലാൻഡിങ്ങിനനുസരിച്ചാണ് നമ്മൾ ഒരു ഡോർ കൊടുക്കേണ്ടത്. ഡോർ ഇവിടെ ഇപ്പോ ഇങ്ങനെ കയറി വന്നിട്ട് ഇതാണ് ലാൻഡിങ് വരാം. സോ ലാൻഡിങ് നേരെ വരുന്ന പോർഷൻ ഇവിടെയാണ്, അവിടെയാണ് ഞാനൊരു ഡോർ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നീക്കി വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ യൂഷ്വലി ഇവിടെ നമ്മൾ ഇതിന്റെ തട്ടും മേളിൽ തന്നെ സ്ലാബ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. ഇവിടെ ആയിരിക്കും വെക്കാൻ ചാൻസ്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും ആ സ്ലാബ് ഉണ്ടെന്നുള്ള ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ അത് നിങ്ങൾക്ക് പൊസിഷൻ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ സ്ലാബ് അല്ലെങ്കിൽ ലാൻഡിങ് സ്ലാബ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് വരയ്ക്കാൻ പാടുള്ളൂ. ഇവിടെ ഈ ഒരു ഔട്ട്ലൈൻ വരച്ചൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ലാൻഡിങ് സ്ലാബിന്റെ ഇത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. സോ ഈ ഓൾറെഡി നിങ്ങൾ റെക്ടാങ്കിൾ വരച്ചു പോയി, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ട് രണ്ടാമത് വരയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ വെച്ചാൽ ഒരു പോൾ കൂടി വരച്ചിട്ട് അല്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ഇനി ഇതല്ലാണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യാം. കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇത് ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഞാൻ ബ്രേക്ക് യൂസ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് കമാൻഡ് യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഡിസ്റ്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്തു. അതിനുശേഷം എനിക്ക് സ്ലാബ് ഏകദേശം ഇത്രയും വരെയും കൊടുത്താൽ മതി. അത് കഴിഞ്ഞുള്ള പോർഷൻ ഞാൻ സ്ലാബ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. ഇനി തമ്മിൽ ജോയിൻ ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോൾ ലൈനിൽ ക്ലോസ് കൊടുത്താൽ ഇതൊരു ക്ലോസ്ഡ് പോൾ ലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇതും ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് ആണോ കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ നിങ്ങൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ഈ ഡോർവേന്റെ അത്രയും മാത്രം വിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും കറക്റ്റ് ചെയ്യാം. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അല്ലാണ്ട് ബാക്കി പോർഷനിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കറക്റ്റ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുക ലാൻഡിങ് സ്ലാബിന്റെ വിട്ടെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് ചെന്നിട്ട് കാല് കുത്താനുള്ള സ്ഥലം ഇല്ലാത്തതായി പോകും. ബെറ്റർ ഈ ലാൻഡിങ് സ്ലാബിന്റെ സെയിം തന്നെ വിട്ട് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഒപ്റ്റിമം. അപ്പൊ സ്ലാബ് ആവശ്യത്തിനും ഉണ്ട്, എന്നാൽ വ്യൂ ഒബ്സ്ട്രക്ട് ചെയ്യാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് കയറി വരികയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് പ്ലാസ്റ്റർ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. CAD യൂട്ടിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ ആ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടിരുന്ന് വരച്ചാൽ ആ ഓർഡറിൽ തന്നെ വരച്ചു പോയാൽ നിങ്ങൾക്ക് തെറ്റാണ്ട് ഓർത്തിരിക്കാൻ പറ്റും. ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം നേരെ എസ്റ്റിമാറ്റ്സ് ഓപ്പൺ ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് എടുക്കുക, യൂണിറ്റ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രൊജക്റ്റിന്റെ പേര്
ഓക്കെ, ക്ലയന്റ് നെയിം. ഇനി റീജിയൻ നെയിം. ഓക്കെ, സേവ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അത് സേവ് ചെയ്ത് വെക്കുക. ഓപ്പൺ കൊടുക്കുക. നേരെ ഫയൽ സേവ് ചെയ്യുക. ഫയൽ ഞാൻ എവിടെയാണ് ഡ്രാഫ്റ്റ് ചെയ്ത് അവിടെ സേവ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ എഴുതി വെക്കാൻ പോവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീഫോൾട്സ് ആണ്. ഡീഫോൾട്സിൽ മെയിൻ ആയിട്ട് മാറ്റേണ്ടി വരിക പെഡസ്റ്റൽ ഹൈറ്റ്. ഇതാണ് നമ്മൾ സി എന്ന് പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഫ്ലൂട്ടിങ്ങിന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചത്. സോ സി യൂഷ്വലി നമുക്ക് ടോട്ടൽ ഡെപ്ത്. എന്റെ ഫുട്ടിങ്ങിന്റെ ഡെപ്ത് 1.5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഡാറ്റ ഷീറ്റ് തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാല്യൂസ് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഇത് അസംഷൻസ് വെച്ച് പറഞ്ഞു തരാൻ പോവാണ്. അല്ലെങ്കിൽ ഞാൻ റഫ് ഡാറ്റ ഷീറ്റ് എടുക്കാൻ പറ്റുമോ ഇല്ല. ഞാൻ എന്തായാലും തൽക്കാലം ഇത് വെച്ച് തന്നെ പറഞ്ഞു തരാം. 150 ആണ്, അതായത് 1.5 മീറ്റർ. അത് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 150 ആണ് ടോട്ടൽ എക്സ്കവേഷൻ ഡെപ്ത്. അല്ലെങ്കിൽ PCC കൊടുത്തിരിക്കുന്ന ബേസ് വരുന്നത് 150യിലാണ് PCC ലേ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് എനിക്ക് എന്തോരം കുറയ്ക്കണം? PCC തിക്നെസ് കുറയ്ക്കണം. സിംഗിൾ സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ സ്റ്റെപ്പിന്റെ ഡെപ്തും കുറയ്ക്കണം. മൈനസ് ഞാൻ 15 PCC തിക്നെസ്സും 30 ആ സ്റ്റെപ്പ് സൈസ് കൊടുക്കുകയാണ്. സോ 105 ആണ് സി വാല്യൂ. ആ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബീം ഡെപ്ത്. പ്ലിന്ത് ബീമിന് എത്ര ഡെപ്ത് വേണം എന്നുള്ളതാണ്. 45 ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 45 കൊടുക്കുക. യൂഷ്വലി ഏറ്റവും മിനിമം വരുന്ന 45. കാരണം വെച്ചാൽ 3 സ്റ്റെപ്സ് ആണ് എല്ലാ ബിൽഡിങ്ങിനും കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ആൾക്കാരുടെ ലൈക്ക് വാസ്തു കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയൊന്നും ഞാൻ പോകുന്നില്ല. യൂഷ്വലി നമ്മൾ 45 ആണ് കൊടുത്ത് കാണാറ്. എല്ലായിടത്തും 45 യൂസ് ചെയ്യുന്നു. അതൊരു സ്റ്റാൻഡേർഡ് പോലെ വേണമെങ്കിൽ ചിന്തിക്കാം. വല്ല തമ്പ് റൂൾ ആയിട്ടും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. പിന്നെ വരുന്നത് PCC തിക്നെസ് ആണ്. ഈ PCC തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിങ്ങിന് കൊടുക്കുന്ന PCC തിക്നെസ് ആണ്. പിന്നെ വരുന്നത് ത്രെഡ് റൈസേഴ്സ്, അതായത് സ്റ്റെയറിന്റെ ത്രെഡും റൈസും. അത് ഇതിൽ നിന്ന് തന്നെ മെഷർ ചെയ്ത് കൊടുക്കുക. ഡയമെൻഷനില് ത്രെഡ്. ഓക്കെ, ഇനി വിഡ്ത്ത്. ഓക്കെ, ഇതില് സ്റ്റെയറിന്റെ വിഡ്ത്ത് 91.44. അത് പ്ലസ് ആ ഹാൻഡ് റെയിലിന്റെ പോർഷനും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. 96.5ഉം 25.4ഉം. വിഡ്ത്ത് ത്രെഡ് എന്ന് പറയുന്നത് 25.4, ലാൻഡിംഗ് വിഡ്ത്ത് 96.5. സ്റ്റെയർ കേസിന്റെ വിഡ്ത്തും 96.5. അല്ല, ലാൻഡിംഗ് വിഡ്ത്തിൽ വ്യത്യാസമുണ്ട്. ലാൻഡിംഗ് വിഡ്ത്ത് നമുക്ക് ഏകദേശം ഇതാണ് ലാൻഡിംഗ് വിഡ്ത്ത് എടുക്കേണ്ടത്, 125. അതായത് ആ സ്ലാബിന് പെർപെൻഡിക്കുലർ എടുത്തിട്ടുള്ള വിഡ്ത്താണ് നമ്മൾ കൊടുക്കുന്നത്. 125. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റെപ്സ്. അത് ഈ ഡ്രോയിങ്ങിൽ വന്നിട്ട് ഈ ലൈൻസിന്റെ കൗണ്ട് എടുക്കുക. 1. ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ ഈ ലാൻഡിങ്ങിന്റെ അവിടെ ഒരെണ്ണം സ്റ്റെപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ടോട്ടൽ നമ്പർ എത്രയാണ്? ഇതിലാണ് ആ വിൻഡോ. 21 സ്റ്റെപ്സ് ഉണ്ട്. 21 സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 3 മീറ്റർ ഹൈറ്റ്, 335 ആണ് ഞാൻ ബിൽഡിംഗ് ഹൈറ്റ് എടുക്കുന്നത്, ബൈ 20, 16.75. അതാണ് റൈസ് വരുന്നത്. അതിവിടെ ഫില്ല് ചെയ്യുക. 21 സ്റ്റെപ്സ്, റൈസ് 16.75. ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പാരപ്പറ്റ് ഹൈറ്റ് ഒക്കെ നമ്മൾ പ്രൊജക്ട്സിന് യൂഷ്വലി സെയിം തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേരി ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാറ്റാം. ലിനിയർ തിക്നെസ് എന്ന് പറയുന്നത് വാളിന്റെ തിക്നെസ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഇത് വേരിയിങ് ആണെങ്കിൽ നമ്മൾ സ്കാൻ കഴിയുമ്പോൾ ആർക്ക് സ്കാൻ്റെ ടാബിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കും. നമ്പർ ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ സോക്പിറ്റിന്റെ സൈസ് എത്ര കൊടുക്കണം എന്നുള്ള എടുക്കാൻ വേണ്ടിയിട്ടും വാട്ടർ ടാങ്കിന്റെ സൈസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് റെസിഡൻസ് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വാല്യൂ കാൽക്കുലേറ്റ് ആവും. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഈ ഡീഫോൾട്ട് തന്നെ യൂസ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് റിക്വയർമെന്റ് അനുസരിച്ച് വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ വാല്യൂസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോ ഇതിന്റെ സെന്റർ ടു സെന്റർ സൈസസ് ആണ്.
കൊടുത്തേക്കുന്നത് LBH സെന്റർ ആണ് നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂസ്. സോക്ക് പിറ്റിന് വേണ്ടിയിട്ടാണ് ഈ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. ഈ നമ്പർ ഓഫ് റെസിഡന്റ് വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ ടാങ്കിന്റെയും സെപ്റ്റിക് ടാങ്കിന്റെയും കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി പൈല് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് പൈല് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്പർ ഓഫ് 500, 600 അങ്ങനെ ഒരു ഡയ പൈലിന്റെ നമ്പറും അതുപോലെ തന്നെ ലെങ്ത്തും. ഇപ്പൊ എന്റെ കേസിൽ ഞാനത് പൈലല്ല യൂസ് ചെയ്യുന്നത്. സോ ഈ വാല്യൂസ് എല്ലാം 0 കൊടുക്കുക. ഇത് 0 കൊടുത്തില്ലെങ്കിൽ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അതായത് സ്റ്റോറി ആയിട്ട് ഡീറ്റെയിൽസിൽ നമുക്ക് പോയിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് ഫൗണ്ടേഷൻ്റെ അവിടെ റിമൂവ് ചെയ്യാം. അതിന് സ്റ്റോറി സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡീഫോൾട്ടിലെ വിൻഡോ ഞാൻ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തു. അതിൽ പ്രശ്നമില്ല, കാര്യം ഇവിടെ ഓട്ടോ സേവ് ആണ്. ഈ സേവ് ഓപ്ഷൻ പുതിയൊരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റോറി. ഫൗണ്ടേഷന്റെ പോർഷനിൽ എൻ്റെ പ്ലിന്ത് ബീമിന്റെ ഹൈറ്റ്, ബ്രിക്ക് ഹൈറ്റ് വേണ്ട, 0ന് ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇട്ട് വെച്ചേക്കുന്നത്. ലേബർ ഇൻക്രിമെന്റ് ഫൗണ്ടേഷന്റെ അവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. സേവ് ചെയ്യുക. നെക്സ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ 335 ആണ് ഫ്ലോർ ഹൈറ്റ്. അതിന് 335 നിന്ന് എനിക്ക് ബീം ഡെപ്ത് 45 കുറയ്ക്കുന്നു. 290 ആണ് എനിക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ലേബർ ഇൻക്രിമെന്റ് 5, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് വേണമെങ്കിൽ 0 തന്നെ കീപ്പ് ചെയ്യാം. സേവ് ചെയ്ത് കൊടുക്കുക, യെസ് കൊടുക്കുക. ഹെഡ് റൂം, ഇവിടെ ഹെഡ് റൂം എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ ഇവിടെ മിനിമമേ കൊടുക്കുന്നുള്ളൂ. ഡോർ ഹൈറ്റിന്റെ മേളിലേക്ക് ബീം, ഇടയ്ക്ക് ലിൻഡലോ ബ്രിക്ക് വർക്കോ ഒന്നുമില്ല. സോ ഡോർ ഹൈറ്റ് പ്ലസ് ബീം ഡെപ്ത് എന്ന് പറയുമ്പോൾ 45 കൊടുക്കുക. വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ ആ വാട്ടർ ടാങ്കിന് റിക്വയർമെന്റ് അനുസരിച്ചുള്ള ബീം ഡെപ്ത് കൊടുക്കണം എന്നതാണ് റിക്വയർമെന്റ്. സോ 45 ആണ് കൊടുക്കുന്നതെങ്കിൽ +10 55 ആണ് ഇവിടെ വരാം. സേവ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കൂടുതൽ കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഞാനിവിടെ മിനിമം ആണ് കൊടുക്കുന്നുള്ളൂ. സേവ് ചെയ്യുക, യെസ് കൊടുക്കുക. ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് 335 അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഹൈറ്റ് തന്നെ ഇക്വലന്റ് ആയിട്ട് കൊടുക്കും. ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. ജോയിനറി ഡീഫോൾട്ട് ഡാറ്റ ഞാൻ റിമൂവ് ചെയ്യാണ്. ഷെഡ്യൂൾ സ്കാൻ ചെയ്യുക. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പോവാണ്ടോ ഞാൻ. വെന്റിലേറ്റർ ഈ ഡെപ്ത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞാൽ നേരെ നമ്മൾ എൻട്രീസിൽ പോകും. ഫൗണ്ടേഷൻ ആണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. സോ ഇവിടെ സ്റ്റോറീസിൽ ഫൗണ്ടേഷൻ തന്നെയാണ് വേണ്ടത്. ഇനി സ്റ്റോറി ഐറ്റം ഡീറ്റെയിൽസിൽ എനിക്കിവിടെ വേണ്ടാത്ത ക്വാണ്ടിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം ആദ്യം. അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ട് ടൈമിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുക ഇത് ആദ്യം റിമൂവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് വേണ്ടാത്ത ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ എൻട്രി ചെയ്യേണ്ട എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പ്ലിന്ത് ഫില്ല്, എർത്ത് സൈഡ് ക്ലിയറൻസ് വേണമെങ്കിൽ അത്, അങ്ങനെയുള്ള ഡാറ്റ. ഓക്കെ, ഇനി വരുന്ന പെയിന്റിങ്. കോമ്പൗണ്ട് വാൾ ഇല്ല, സോ പെയിന്റിങ് എനിക്ക് ഓഫ് ചെയ്യാം. പിന്നെ ബ്രിക്ക് മേസറി കോമ്പൗണ്ട് വാളിന്റെ ബ്രിക്ക് ഇല്ല. പിന്നെ വരുന്ന പ്ലാസ്റ്ററിങ്, അതിൽ തന്നെ ഔട്ട് ഓഫ് പ്ലിന്ത് പ്ലാസ്റ്ററിങ് എനിക്ക് വേണം, കോമ്പൗണ്ട് വാൾ വേണ്ട. പ്ലിന്ത് പ്ലാസ്റ്ററിങ്ങും എനിക്ക് ഇവിടെ ബ്രിക്ക് വർക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് വേണ്ട, അത് റിമൂവ് ചെയ്യാം. ഇനി ഇതിനകത്ത് നെക്സ്റ്റ് വരുന്ന ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എല്ലാം സെലക്ട് ആയി കിടപ്പുണ്ട്, അതെല്ലാം വേണ്ട. ഫുട്ടിങ് എല്ലാം വേണം. പ്ലിന്ത് ബീം, പ്ലിന്തിന്റെ പെഡസ്റ്റൽ അത്രയും വേണം. പ്ലിന്ത് ബീം PCC വേണം. ഫൂട്ടിങ് ഷട്ടറിങ് വേണം. ഷട്ടറിങ് ഫോർ പെഡസ്റ്റൽ വേണം. പ്ലിന്ത് ബീം വേണം. ഈ പൈലിന്റെ ഡാറ്റ വേണ്ട. പിന്നെ വരുന്ന ടാങ്ക്. ഇവിടെ നമുക്ക് ടാങ്കില് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക്, സോക്ക് പിറ്റ്, UG ടാങ്ക്, അതിന്റെ തന്നെ കുറെ ഷട്ടറിങ്ങും ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് വെക്കുക, ഓൺ ചെയ്ത് വെക്കുക. സോ ഫൗണ്ടേഷൻ പാർട്ടിൽ ഇത്രയും മതി. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലും എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഹെഡ് റൂമിലും എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അപ്പൊ ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം ഇതിനകത്ത് കാണിക്കും. ഈ വിൻഡോ മാക്സിമൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, മിനിമൈസ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് റിക്വയർമെന്റ് അനുസരിച്ച് ഇത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ച് ഡീഫോൾട്ട് ഡാറ്റ ഉണ്ടോ. ഈ സോക്ക് പിറ്റിന്റെ ബ്രിക്ക് മേസണറി ഇത് ഓട്ടോമാറ്റിക് കയറി വന്നു, കാരണം ഡീഫോൾട്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അതുപോലെ സോക്ക് പിറ്റിന്റെ ഷട്ടറിങ്, അങ്ങനെ കുറച്ച് ഡാറ്റ ഓട്ടോമാറ്റിക് കയറി വന്നോളൂ. റിഫ്രഷ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻട്രീസിൽ പോയിട്ട് ഫുട്ടിങ്ങിന്റെ കാൽക്കുലേഷൻ ചെയ്യും. ഞാനിവിടെ സ്റ്റെപ്ഡ് ഫുട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫുട്ടിംഗ് എല്ലാം ഒരേ സൈസ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. F1 സ്റ്റെപ്പ് ഒരെണ്ണേ ഉള്ളൂ. നമ്പർ ഓഫ് ഫൂട്ടിംഗ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളം. സോ അതിവിടെ സെലക്ട് സിമിലർ
ഇത് ഏകദേശം 12 കോളം ഉണ്ട്. സോ 12. സി വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത 105. ഇനി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഡീറ്റെയിൽസ് 150, 30. ഇനി പി സി സിയുടെ 100 ഓഫ്സെറ്റ് വെച്ചിട്ടാണെങ്കിൽ 200, 170, 50. സോ ഇവിടെ വോളിയം കാൽക്കുലേറ്റ് ആയതിനു ശേഷം മാത്രം സേവ് കൊടുക്കുക. ഓക്കെ, ക്ലോസ്, റിഫ്രഷ്. ഇനി നെക്സ്റ്റ് എനിക്ക് എടുക്കേണ്ടത് സ്ട്രക്ചർ സ്കാനാണ്. പ്ലിന്ത് ബീമിന്റെ ക്വാണ്ടിറ്റി എടുക്കണം. സ്ലാബും വേണ്ട, ആർക്ക് സ്കാനും വേണ്ട. ഇവിടെ റഫ് സ്ലാബ് ഇല്ല, ആർടെക്സ്ചർ അതായത് ബ്രിക്ക് വർക്കും ഇല്ല. സോ ആ രണ്ട് സ്കാനിങ് അവോയ്ഡ് ചെയ്തിട്ട് നേരെ നമ്മൾ സ്ട്രക്ചർ സ്കാനിലേക്ക് വരുവാണ്. ഇവിടെ പ്രോപ്പർട്ടീസ് ഓൾറെഡി ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആകെ എനിക്ക് ഈ സൈസ് ആണ് മാറ്റി കൊടുക്കേണ്ടത്. സോ 23 and 45 ചേഞ്ച് ചെയ്തു. ഇനി മാക്സിമം വിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, സ്റ്റോറി ഹൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നേരെ ക്ലോസ് ചെയ്യുക, സ്കാൻ, പ്ലിന്ത് സ്കാൻ ചെയ്ത് എൻ്റർ കൊടുക്കുക. കംപ്ലീറ്റ് ആകുമ്പോൾ ഡയലോഗ് ബോക്സ് വന്നോളും. അതിനുശേഷം കറക്ഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. സോ കറക്ഷൻസ് 1, 2, 3, ഓരോന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. 4. കറക്ഷൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോളംസ് ചെക്ക് ചെയ്യുക. ബീമിൻ്റെ അതിൽ നിങ്ങൾക്ക് മാർക്ക് സെൻറ്റർ ലൈൻ കൊടുക്കുക. എന്നിട്ട് ഓട്ടോക്യാഡിൽ ജസ്റ്റ് എല്ലാത്തിനും സെൻറ്റർ ലൈൻ നമ്പർ വന്നിട്ടുണ്ടോ, അത് പ്രോപ്പർ ആയിട്ട് സ്കാൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നേരെ സേവ്, വീണ്ടും സേവ് ചെയ്യുക, ക്ലോസ്, റിഫ്രഷ്. സോ അതിൻ്റെ അത്രയും ക്വാണ്ടിറ്റി കയറി കണ്ടോ, അവിടെ വാല്യൂസ് വന്നു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇവിടെ വേറെ ഒരു സ്കാൻ നമുക്ക് ചെയ്യാനില്ല, നേരെ ടൂൾസ് മാത്രമേ ഉള്ളൂ. ഈ ടെംപ്ലേറ്റിന്റെ സെറ്റിംഗ്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. ഈ ടൂൾസിൽ നമുക്ക് വേണ്ടത് ആകെ കൂടി പ്ലിന്ത് ആണ്. പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി എടുക്കണം. ഇതിപ്പോ പ്ലാസ്റ്ററിങ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി എടുത്താൽ മതി. പ്ലിന്ത് പ്ലാസ്റ്ററിങ് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാണ്ടും ഇരിക്കാം, സ്കിപ്പ് ചെയ്യാം. പിന്നെ എർത്ത് ഫില്ലിന് വേണ്ടിയിട്ട് ഇത് കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് സ്കിപ്പ് ചെയ്യുന്നില്ല, എടുക്കുവാണ്. സോ ഇതില് പ്ലിന്ത് ഉള്ള CAD യൂട്ടിലിറ്റി സ്കാൻ ഒബ്ജക്റ്റ് എടുക്കുക, ഇവിടെ വരാം. ഈ CAD യൂട്ടിലിറ്റീസിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോക്യാഡ് ഓപ്പൺ ആവത്തില്ല. നമ്മുടെ മെയിൻ സ്കാൻസിൽ മാത്രമേ അത് വരത്തുള്ളൂ. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്പറും എൻട്രി. ക്ലോസ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. സോ ഓൾ ഡാറ്റ സ്കാൻഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്കാൻ ആണ്. സ്റ്റോറേജ് ചേഞ്ച് ചെയ്തു, നേരെ എൻട്രീസ് വരാം, സ്കാൻ സ്ലാബ് എടുക്കുക, ഡെപ്ത് ഫിക്സ് ചെയ്യുക, പോളിലൈൻ യെസ്, ഡിറക്ഷൻ നോ, ഔട്ടർ ബ്രിക്ക് യെസ്. ഇനി ഇതിനകത്ത് സൺഷെയ്ഡ്സിന്റെ കാര്യം നോക്കാം. ഓക്കെ, വിൻഡോസിന് സൺഷെയ്ഡ് ഇൻഡിവിജ്വൽ പിക്ക് ചെയ്യേണ്ടി വരും. പിക് സ്ലാബ് കൊടുക്കുക, നേരെ ഇവിടെ വരാം, സ്ലാബിന്റെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് എനിക്ക് വേണ്ടത് എന്താണ്, റിഡക്ഷൻ യെസ്, ഔട്ടർ ബ്രിക്ക് നോ. പിക് സ്ലാബ് കൊടുക്കുക, ഓട്ടോക്യാഡിൽ വരാം, ഇവിടെ സ്ലാബിന്റെ കട്ടിങ്, വേറെ കട്ടിങ്സ് ഒന്നുമില്ല. സോ അത് മാത്രം, എൻ്റർ. ഇനി റിഡക്ഷൻ എല്ലാം കഴിഞ്ഞു. ഈ ഒരു സെറ്റ് മൊത്തം ഓഫ് ചെയ്യാൻ പോവാ ഞാൻ. നോ, നോ, നോ. ഇനി സൺഷെയ്ഡ് പിക്ക് ചെയ്യാൻ പോകുന്നത്. പിക് സ്ലാബ്, ഓട്ടോക്യാഡിൽ വരാം. ഞാൻ കമ്പൈൻഡ് സൺഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്, പക്ഷെ ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഇത് ഓക്കെ, ഇവിടെ ഇത്രയും കമ്പൈൻഡ് ഒരു സൺഷെയ്ഡ് കൊടുത്തു. നെക്സ്റ്റ് പിക്ക് ചെയ്യാൻ പോകുന്നത് കിച്ചണിന്റെ ഈ ഒരു ബെഡ്റൂമിനെ സൺഷെയ്ഡ് കമ്പൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വരുന്ന ഇത്രയും പോർഷന്റെ കമ്പൈൻ ചെയ്യാൻ പോവാം. നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വലും കൊടുക്കാം, ഞാൻ ജസ്റ്റ് കമ്പൈൻ ചെയ്യുന്നേ ഉള്ളൂ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് പിക് സ്ലാബ് കൊടുക്കുക, ഇവിടെ നിന്ന് ഇവിടെ വരേക്ക്. ഓക്കെ, സോ കമ്പൈൻ സൺഷെയ്ഡ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി തിരിച്ച് ഞാൻ ഇതെല്ലാം റിവേഴ്സ് ചെയ്ത് വെക്കാൻ പോകാം. എനിക്ക് നെക്സ്റ്റ് സ്കാന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാറ്റുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ യെസ് ആക്കി, ഔട്ടർ ബ്രിക്ക് യെസ് ആക്കി, സേവ് ചെയ്തു. ഈ ഒരു ഡയലോഗ് ബോക്സ് ഒന്നും നിങ്ങൾ വറീഡ് ആവണ്ട.
നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാരണവശാൽ വന്നതാണ്. അത് വെച്ച് ഡാറ്റ ഒന്നും പോകത്തില്ല കേട്ടോ. സോ അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. സേവ് ചെയ്യുക. ഈ ഒരു വിൻഡോ ഓട്ടോ സേവ് ആണ്, അതുകൊണ്ട് സേവ് ചെയ്തില്ലെങ്കിലും അത് സേവ് ആയിക്കോളൂ. നെക്സ്റ്റ് ആർക്ക് സ്കാൻ ആണ്. പ്രോപ്പർട്ടീസിൽ പോവുക, ബ്രിക്ക് വാളിന് പേരുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ലിൻഡൽ ഡെപ്ത് കറക്റ്റ് ചെയ്യുക, ഡിഫോൾട്ട് വിഡ്ത്തും ചെക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക, നേരെ സ്കാനിലേക്ക് വരാം. ഡ്രോയിങ് ഓപ്പൺ ആവും, അതിനകത്ത് ഈ ഒരു ഫുൾ പോർഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. സ്കാൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെസ്സേജ് വരും. അപ്പോഴത്തേക്ക് നമ്മൾ 4 കറക്ഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 4 കറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എല്ലാ ക്വാണ്ടിറ്റി വന്നോ എന്ന് ചെക്ക് ചെയ്യുക. 1 2 3, ഈ തേർഡ് കറക്ഷൻ കുറച്ച് ടൈം എടുക്കും. 4. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിബിളി ചെക്ക് ചെയ്യുക, എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് ലൈൻസ് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടില്ല എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. TR ഡബിൾ എൻ്റർ, EX ഡബിൾ എൻ്റർ. ഓക്കെ, സോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത് വഴി അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാർക്ക് സെൻട്രൽ ലൈൻ നമ്പേഴ്സ് ഇൻ സ്കാൻ ഒബ്ജക്റ്റ്. ലൈൻസ് എല്ലായിടത്തും വന്നു. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്ന കോളത്തിന്റെ നമ്പർ 12 ആണ് ഏറ്റവും മാക്സിമം വന്നേക്കുന്നത്, കറക്റ്റ് ആവും. ഇനി ജോയിനറിയുടെ, സോ ഈ വിൻഡോ ഒന്നിട്ട് വലുതാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതൊന്നിട്ട് ചുരുക്കി വെക്കാൻ പോവാം. ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേളിൽ ക്ലിക്ക് ആവരുത്. സോർട്ട് ആയിപ്പോയി വിൻഡോന്റെ ഡോറിന്റെ ക്വാണ്ടിറ്റി കറക്റ്റ് ഇത്തിരി പാടാം. സോർട്ട് ആവാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വിൻഡോ വലുതാക്കിയാൽ ഇങ്ങനെ വലുതാക്കിയിട്ട് നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ആദ്യം ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് സോർട്ട് ചെയ്യും. സോർട്ട് തന്നെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ പ്രശ്നമില്ല. അപ്ലൈ ചെയ്യുക. ഞാൻ ഔട്ടർ വിൻഡോസും ഡോസും മാത്രം ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. വെന്റിലേറ്റേഴ്സ് എന്തായാലും ഔട്ടർ ആണ്, സോ ഔട്ടർ ബ്രിക്ക് വാളിന് തിക്നെസ്സും കൂടുതലാണ്. ഈ വിൻഡോസ് ആണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. ഓക്കെ, സോ അതെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. കിച്ചൺ വിൻഡോയും കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്യുക കണ്ടീഷൻ. ടോയ്ലറ്റ് ഡോർസ് എല്ലാം എന്തായാലും ഇൻസൈഡ് വരത്തുള്ളൂ. D1 ഇൻസൈഡ് വരത്തുള്ളൂ. MD ആണ് ഔട്ട്സൈഡ് ഡോർ വരാം. അത് പക്ഷെ കവേർഡ് ഏരിയ ആയതുകൊണ്ട് ഞാൻ ഔട്ട്സൈഡ് ഡോർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. എന്റെ ഇന്നർ പ്ലാസ്റ്റർ ലൈനിൽ അത് വരുന്നത്. സോ ഇത് ഒരിക്കലും ഔട്ടർ വിൻഡോ ആയിട്ട് ഔട്ടർ ഡോർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഇതും ഒരു ഔട്ടർ വിൻഡോ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് മാത്രം ഉള്ളിലായിട്ട് സ്കാൻഡ് അത് മാറി വന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് ചേഞ്ച് ചെയ്യണ നെക്സ്റ്റ് കാര്യം, ഒന്ന് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വാൾ തിക്നെസ് കുറവുള്ള വാളുകൾ. ഇത് 22ന്റെ വാളാണ്. ഓക്കെ, പക്ഷെ ഇത് 22ന്റെ വാളല്ല, ഇത് 15ന്റെ വാളാണ്. സോ 15ന്റെ വാൾ വരുന്നതിനൊക്കെ ആ സൈസ് വരുന്നുണ്ടോന്ന് വാൾ തിക്നെസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ ജോയിനറി നോക്കുക. ടോയ്ലറ്റ് ഡോർ വന്നേക്കുന്നത് കനം കുറഞ്ഞ വോളിലാണ്. D1 കനം കുറഞ്ഞ വോളിലാണ് വന്നേക്കുന്നത്. സോ ഇതെല്ലാം വാൾ തിക്നെസ് കുറയ്ക്കണം. എനിക്കിവിടെ എല്ലാം 23 ആണ്. ആ TD D1 ഇതിനെല്ലാം 15 ആക്കുക. MD വരത്തില്ല, വിൻഡോ വരത്തില്ല. ഇനി ഇത് ഞാൻ ഫുള്ളായിട്ടുള്ള ഇതെടുക്കുവാണ്. എന്നിട്ട് ബ്രിക്ക് ഹൈറ്റ് മാറ്റാൻ പോവാം. ഞാൻ ആദ്യം ബീം ഡെപ്ത് മാത്രം മൈനസ് ചെയ്ത് ഇനി അതിൽ നിന്ന് ലിൻഡൽ ഡെപ്തും കൂടെ മൈനസ് ചെയ്തു. 275. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ സ്പീഡ് നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് അനുസരിച്ചായിരിക്കും ഈ ഒരു സ്പീഡ് വരാം. ബാക്കിയൊക്കെ നമ്മൾ സിസ്റ്റത്തിന്റെ സ്പീഡാണെന്ന് കൺസിഡർ ചെയ്യുക. ഇനി വരുന്ന ഡോസ് ഇവിടെ വാളിന്റെ തിക്നെസിന്റെ അവിടെ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫിൽറ്റർ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന ഔട്ട്സൈഡ് ഇൻസൈഡ്. ഔട്ട്സൈഡ് ട്രൂ എന്ന കേസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇതിൽ കുറേ വാളുകളുണ്ട്. ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോവാം. ഇൻസൈഡ് ട്രൂ ആക്കാൻ പോവാം. ഓക്കെ, അതില് തന്നെ തിക്നെസ് കുറഞ്ഞതും തിക്നെസ് കൂടിയതും എനിക്കിതിരി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. 13 കറക്റ്റാ, 14 കറക്റ്റാ, 15 കറക്റ്റാ, 6
19. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലി നോട്ട് ചെയ്ത് വെക്കാം. കുറച്ചേ എണ്ണം ഉള്ളൂ വോൾസ് എങ്കിൽ നിങ്ങൾക്ക് മാനുവലി നോട്ട് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ എളുപ്പം. അല്ലെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. 8 കനം കുറവുള്ള ഇന്നർ വോളാണ്. 11, 12, 21 ഓൾട്ട് ഞെക്കി പിടിച്ചിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓപ്പൺ ആവുന്നത്. 22, 23, 5, 17, 29. ഓക്കെ, എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ റിവേഴ്സ് കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിൽ ഫുള്ള് പോയി ചെക്ക് ചെയ്യില്ല. ഞാൻ ഇതിനകത്ത് രണ്ടും നള്ളാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അപ്ലൈ. സോ ഇതിൽ ഒരെണ്ണം ഓക്കെ 28 നമ്പർ മാറിയിട്ടുണ്ടോ? 4 ഷഫിൾ ആയിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് നമ്പർ മാറിപ്പോയേക്കുന്നത്. എന്തായാലും ക്ലിക്ക് ചെയ്ത വോൾസ് എല്ലാം ഔട്ട്സൈഡ് വാൾ വിത്ത് തിക്നെസ് 23 ആണ്. അപ്പൊ കറക്റ്റാ. സേവ് ചെയ്യാം. വീണ്ടും സേവ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൺസൈസ് ആയിട്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇതും ഒരു ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇവിടെ നമുക്ക് നോക്കാം. അതായത് നമ്മൾക്കിപ്പോ ഇവിടെ ഇതിൽ നിന്ന് ഇനി ജോയിനറി ഹൈറ്റ് റിമൂവ് ചെയ്താൽ കിട്ടുന്ന ഹൈറ്റ് ആയിരിക്കും ബ്രിക്ക് വാൾ ഹൈറ്റ്. അതിവിടെ കറക്റ്റ് വന്നിട്ടുണ്ടോ? ഡോറിന്റെ മേലുള്ള ബ്രിക്ക് വാൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ബീമിന്റെ ഡെപ്തും ഡോറിന്റെ ഹൈറ്റും അതുപോലെ ലിൻഡൽ തിക്നെസ് മൈനസ് ചെയ്യുമ്പോൾ 65 ആണ് അവിടെ വാൾ തിക്നെസ് ലൈക്ക് വാളിന്റെ ഹൈറ്റ് വരാം. അപ്പൊ അത് കറക്റ്റാ. സേവ് ചെയ്യുക, നേരെ ക്ലോസ് ചെയ്യുക. സോ ചെക്കിങ്ങും സ്കാനിങ്ങും കഴിഞ്ഞു. ഇനി സ്ട്രക്ചർ സ്കാൻ്റെ പ്രോപ്പർട്ടീസിൽ തിക്നെസ്സും ഡെപ്ത് അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ക്ലോസ് ചെയ്ത് സ്കാൻ കൊടുത്ത് അത് സ്കാൻ ചെയ്ത് കൊടുക്കുക. എൻ്റർ. ഇതും കംപ്ലീറ്റ് ആവുമ്പോൾ ഡയലോഗ് ബോക്സ് വരും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ആദ്യം തന്നെ കോളം എല്ലാം സ്കാൻ ആയാലും ചെക്ക് ചെയ്യുക. നമ്പർ മാർക്ക് ചെയ്യുക. ഈ നമ്പർ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ട്രിം ചെയ്യുന്നത്, കറക്ഷൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്പർ റീഡു ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നാൽ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതും കൂടി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കാര്യം ചില ലൈൻസ് അപ്പൊ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് കൂടുതലായിട്ടുണ്ടാവും. ഇവിടെയുള്ള നമ്പർ തെറ്റായിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സെലക്ട് സിമിലർ കൊടുത്തിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്പർ ചെയ്താൽ മതി. അത് റീനെയിം വന്നോളൂ. ഇനി എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കറക്റ്റ്. ഓക്കെ, അത് മിക്കവാറും അങ്ങനത്തെ എറേഴ്സ് കാണാം. ഈ പല ബീംസ് ഡിഫറെന്റ് ടൈപ്പ് ലെയർ നെയിമിൽ വരുന്ന ബീംസിന്റെ ജംഗ്ഷൻസിലാണ് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവാൻ ചാൻസ്. അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. കുറെയൊക്കെ നമുക്ക് ഡ്രാഫ്റ്റിംഗിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും ചിലപ്പോൾ അത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് വരാറുണ്ട്. റിഫ്രഷ് ചെയ്യുക. സ്റ്റെയർ വോളിയം, സ്റ്റെയർ ഒരെണ്ണം ഉള്ളൂ. വിഡ്ത്ത് ഓഫ് സ്റ്റെയർ 125 അല്ല 125 അല്ല 95 ആയിരുന്നു. 95, 96.5. ഓക്കെ, ഞാൻ അത് ചെയ്തില്ല അല്ലെ. ഒരു കാര്യം കാണിച്ചു തരാം. അതായത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഡീഫോൾട്ട്സ് എൻ്റർ ചെയ്ത സമയത്ത് ഇതൊരു സ്നിപ്പ് എടുത്തു വെച്ചാൽ വീണ്ടും വീണ്ടും പോയിട്ട് നമ്മൾ ലാൻഡിങ് ഇതും ഡാറ്റ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വേഗം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് ലാൻഡിങ് വിഡ്ത്ത് സ്റ്റെയർ കേസ് വിഡ്ത്ത് 96.5, 96.5, റൈസ് 16.75, ത്രെഡ് 22.5 ആണെന്ന് എൻ്റെ ഓർമ്മ. 25.4. ഓക്കെ, 25.4. നമ്പർ ഓഫ് സ്റ്റെപ്സ് 21. സ്ലാബ് ഡെപ്ത് 15 ആണ് മിനിമം കൊടുക്കാറ്. ഫ്ലോർ ലാൻഡിങ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സോ 0.001. ഇനി 0.1 ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഈ മിഡ് ലാൻഡിങ് എനിക്ക് ഇവിടെ മിഡ് ലാൻഡിങ് ആക്ച്വലി ഇല്ല, പക്ഷെ എഫക്റ്റീവ് ആയിട്ടൊരു മിഡ് ലാൻഡിങ്ങിന് ഇക്വാലന്റ് ആയിട്ട് ഡാറ്റ കയറും. അതുകൊണ്ട് ഞാൻ മിഡ് ലാൻഡിങ് കൺസിഡർ ചെയ്യുകയാണ്. 125. ഹൈറ്റ് ഓഫ് സ്റ്റെയർ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളതൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. 335/21. ഓക്കെ, ഞാൻ എൻ്റർ ചെയ്തേക്കുന്നതിന്റെ മിസ്റ്റേക്ക് ആണ്. നേരത്തെ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ 20 ഇട്ടാണ് ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്തത്. അതിന്റെ മിസ്റ്റേക്ക് ആണ് വന്നേക്കുന്നത്.
സോ ഇവിടെ ഇപ്പോ 15.95 33 പോയിന്റ് ഓക്കെ 956 തൊട്ടാല് കറക്റ്റ് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് വോളിയം കൊടുക്കുക, സേവ് ചെയ്യുക, ക്ലോസ്, റിഫ്രഷ്. ഇനി ടൂൾസിൻ്റെ അകത്ത് CAD യൂട്ടിലിറ്റിയിൽ വരാം, നേരെ സ്കാൻ കൊടുക്കുക, ലെയർ നെയിം ഒന്നും ഫിക്സ് ചെയ്യണ്ട, നേരെ സ്കാൻ കൊടുത്ത എല്ലാ ലെയേഴ്സും ഒറ്റയടിക്ക് കയറിക്കോളും. സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന നേരം കൊണ്ട് ഡാറ്റ കയറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഫ്ലോർ, ഹെഡ് റൂം. ഞാനിവിടെ എല്ലാ ഡാറ്റയും കയറിയോ എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഒന്നും സീറോ ഇല്ലെങ്കിൽ എല്ലാ ഡാറ്റയും കയറിയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് സ്റ്റോറിയിലേക്ക് മാറി. ഇപ്പൊ ഹെഡ് റൂം ആണ് എൻ്റെ കറണ്ട് സ്റ്റോറി. ഇതിൽ സ്ലാബ്, ഇത് വേഗം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇവിടെ ഹെഡ് റൂമിന്റെ മേളിൽ വാട്ടർ ടാങ്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ സ്ലാബിന്റെ ഡെപ്ത് ഞാൻ ഇതിൽ കൂട്ടി വെക്കുവാണ്. പിക് സ്ലാബ് എടുക്കുക, ഡ്രോയിങ്ങിൽ വരാ, ഓക്കെ, അത് എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഈ വാല്യൂ ആക്കി വെക്കുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഇതേ സെറ്റിംഗ്സ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലോസ്, റിഫ്രഷ്. ഇനി സ്കാൻ ആർക്ക്. പ്രോപ്പർട്ടീസിൽ ഒന്നും മാറ്റാനില്ല, ലിൻഡർ ഡെപ്ത് ഇതൊക്കെ കറക്റ്റ് ആണ്. ഇനി വേറെ എന്തെങ്കിലും നോക്കണോ? ജസ്റ്റ് ഓക്കെ, ഫൈൻ, ക്ലോസ്, സ്കാൻ ആർക്ക്. ഇനി ഇതിൻ്റെ അകത്ത് കറക്ഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാനില്ല, എന്തായാലും ഓൾറെഡി ട്രിം ആണ്, പിന്നെ കറക്ഷൻസ് കൊടുക്കണമെന്നില്ല. ഇവിടെ ലിൻഡർ ഡെപ്ത് നിങ്ങൾക്ക് ഡെപ്ത് ഓഫ് വാൾ ഓവർ ഡോർ 0 ആയിരിക്കും. അതുപോലെ ഇവിടെ ലിൻഡർ ഡെപ്ത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക, സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിന് മുന്നേ കോളം 4 സ്കാൻ ആയാൽ നോക്കുക. സ്കാൻ ആയിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്, എങ്കിലും ഇതൊന്നും ചെയ്യാവുന്നതാണ്. ഇനി സ്ട്രക്ചറിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസിൽ വരാം, ഡെപ്ത് 45, 23, കറക്റ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, സ്കാൻ ലേ ഔട്ട്, സ്കാൻ എൻ്റർ. ഇവിടെ നിങ്ങൾക്ക് 4 കറക്ഷൻസ് കൊടുക്കണം. ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ, അതുകൊണ്ട് 4 കറക്ഷൻസ് കൊടുക്കുക. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് വരും, കാര്യം ആ ലെയറിൽ ആകെ കുറച്ച് ബീംസേ ഉള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ 4 സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇത് സേവ് ചെയ്യുക, വേണമെങ്കിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തോ, കമ്പൽസറി അല്ല. റിഫ്രഷ് ചെയ്യുക. സോ ഇവിടെ ഒരുവിധം എല്ലാ ഡാറ്റയും കയറി. ഇനി കുറച്ച് മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് അല്ല, നമ്മൾ CAD യൂട്ടിലിറ്റി സ്കാൻ ചെയ്യാത്തതുകൊണ്ടാണ്. നേരെ ഇവിടെയും വരാം, സ്കാൻ കൊടുക്കുക, ആർക്ക് ഡ്രോയിങ്ങിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഹലോ ഹലോ ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, സോ ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റി വളരെ ചെറുതായതുകൊണ്ട് 0-ന് അടുത്തൊരു വാല്യൂ ആണ്. അല്ല, സൺഷെയ്ഡ് ഇല്ല, ഞാനാണ് ഇതിൽ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് സൺഷെയ്ഡിന്റെ ക്വാണ്ടിറ്റി 0. ബാക്കി എല്ലാം ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, സോ ഫുൾ കഴിഞ്ഞു. ഇനി റിപ്പോർട്ട് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് പ്രിന്റ് ചെയ്തിട്ട് എത്ര ബഡ്ജറ്റ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനകത്ത് വർക്ക് വൈസ് റിപ്പോർട്ട്, വ്യൂ റിപ്പോർട്ട് എടുക്കുക, സേവ് ചെയ്യുക, ഓപ്പൺ. സ്ക്രീൻ സ്റ്റക്ക് ആണ് റിന്റു. ആണോ? ആ. ഓക്കെ, ഞാൻ സ്കാൻ വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് റിപ്പോർട്ട് എടുക്കുക ചെയ്തോളൂ. ഇപ്പൊ കാണുന്നുണ്ടോ സ്ക്രീൻ? ഇല്ല, വന്നിട്ടില്ല. ആണോ? കാണുമ്പോ പറയണേ, സ്ക്രീൻ കാണുമ്പോ പറയണേ. ഹലോ.
ഓക്കെ ആയിട്ടില്ല, ബ്ലാക്ക് സ്ക്രീൻ ആണ്. ഓക്കെ, ജസ്റ്റ് റിപ്പോർട്ട് എടുത്തതാണ്. റിപ്പോർട്ടിൽ ഫൈനൽ ടോട്ടൽ എമൗണ്ട് 29 lakhs എന്നാണ് വന്നേക്കുന്നത്. 29 lakhsന് അടുത്തൊരു വാല്യൂ. ഓക്കെ, ബിൽഡിംഗ് ചെറുതാണ്, സോ എക്സ്പെക്ടഡ് ആണ് കോസ്റ്റ്. ഓക്കെ, സോ നമ്മളൊരു ചെറിയ പ്രൊജക്ടിന്റെ എസ്റ്റിമേഷൻ കണ്ട് ഫ്രം ഫൗണ്ടേഷൻ ടു ഹെഡ് റൂം എല്ലാ ക്വാണ്ടിറ്റീസ് എടുക്കുന്നത് കണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ കവർ അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഒരു വലിയ പ്രൊജക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വലിയ പ്രൊജക്ട് വെച്ച് ഡെമോ ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ നമുക്ക് ഇനി കുറച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനുണ്ട്. റേറ്റ് അനാലിസിസിന്റെ പാർട്ട്, അതുപോലെ തന്നെ ഡെഫിനിഷൻസിന്റെ പാർട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡെമോ വെക്കുള്ളൂ. മീൻവൈൽ നിങ്ങളുടെ പ്രൊജക്ട്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് ഞാൻ പറയുക. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ഡേ. താങ്ക് യു ഓൾ.